പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുഖാഅൻ വ തസ്ദിയതൻ. ആ ഭവനത്തിൻ്റെ, അതായത് കഅബയുടെ അടുക്കൽ അവർ നടത്തുന്ന പ്രാർത്ഥന ചൂളം വിളിയും കൈകൊട്ടലുമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. അതിനാൽ നിങ്ങൾ സത്യനിഷേധം കൈക്കൊണ്ടിരുന്ന നിമിത്തം ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക. അതിനാൽ നിങ്ങൾ സത്യനിഷേധം കൈക്കൊണ്ടിരുന്ന നിമിത്തം ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക. മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ നിങ്ങൾ ഈ ഖുറൈശികൾക്ക് അള്ളാഹു ശിക്ഷ തീർച്ചയായിട്ടും കിട്ടും. കാരണം എന്താണ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജനങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ അവർക്ക് ഭയഭക്തി ഇല്ല, അവരതിൻ്റെ രക്ഷാധികാരികളുമല്ല, കാര്യം മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അവർ എന്താണ്, ജനങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുക പണത്തിൻ്റെ മുകളിൽ, പണത്തിൻ്റെ പദവിയുടെ മുകളിൽ. ഇപ്പോൾ ഒരു കൂട്ടർക്ക് ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു മനുഷ്യരോട് അവഗണനയായിരിക്കില്ലേ. അപ്പം സർക്കാർ ജോലിക്ക് വേണ്ടി പലവിധ പരീക്ഷകളും PSC പരീക്ഷകളും ഒക്കെ പാസ്സായി പല ആൾക്കാരെയും സാറേ വിളിച്ച് ആ സ്ഥാനത്ത് സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യനോട് യാതൊരു മനുഷ്യപ്പറ്റും ഉണ്ടാവില്ല. വളരെ വികൃത സ്വഭാവമായിരിക്കും മനുഷ്യനോട് കാണിക്കും. അതുപോലെ തന്നെ ഇവർ വലിയ കഅബയുടെ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും? ഇവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഹജ്ജ് ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ പിന്നെ ശിർക്കുപരമായിട്ടുള്ള പല ആചാരങ്ങളും അതിൽ കൂട്ടിക്കലർത്തി. ഏകദൈവത്തിൽ സ്ഥാപിതമായതാണല്ലോ കഅബ, അല്ലേ? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, വേറെ ഒന്നും അള്ളാഹുവിന് മുമ്പിൽ സ്വന്തം മകന് പോലും ഒന്നുമല്ല എന്നുള്ള ഒരു ഇതിലാണ് കെട്ടിപ്പടുത്തത്. ഇബ്രാഹിം നബിയാണല്ലോ അത് സ്ഥാപിച്ചെടുത്തതിൽ. അപ്പോൾ അങ്ങനെയുള്ള മന്ദിരത്തിലേക്ക് ഇവർ എന്ത് ചെയ്യും? ഇവരെ ആൾക്കാർ മാത്രം അതിലേക്ക് ശിർക്കിൻ്റെ ആചാരങ്ങൾ കൊണ്ടുവന്നു. അതിപ്പം കാസിം ഉസ്താദിൻ്റെ ഒരു വീഡിയോയിൽ ഇപ്പം കേട്ടു, വെളിച്ചം എന്നുള്ളൊരു ഒരു വീഡിയോയിൽ വെച്ചാൽ പിന്നെ ഏതൊരു വ്യക്തി, മുയറ എന്നുള്ള വ്യക്തി, പിന്നെ അവർ പല നാടുകളിലേക്ക് കച്ചവടത്തിന് പോകുമല്ലോ. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ അവരുടെ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ ഈ ബായിൽ എന്ന ദേവൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച അസുഖം മാറും, ബായിൽ അസുഖം മാറും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അസുഖം മാറുകയും ചെയ്തു. കാരണം എന്താണ്? ശപിക്കപ്പെട്ട ചെകുത്താനും അള്ളാഹു ചില കഴിവുകൾ നൽകിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ അസുഖം വരുത്തിയതും ഈ ചെകുത്താൻ തന്നെ ആയിരിക്കും. ചെകുത്താൻ ഒരു മനുഷ്യൻ്റെ കാര്യങ്ങൾ കുറേയൊക്കെ അറിയാമല്ലോ, അവന് കട്ട് കേൾക്കാൻ കഴിവുള്ള ആളാണല്ലോ. അപ്പം ഈ വ്യക്തി, ഈ മുഈറ എന്ന വ്യക്തി, പേര് ഓർമ്മയില്ല കേട്ടോ, പിന്നെ സിറിയയിലേക്ക് എത്തും അല്ലെങ്കിൽ മറ്റ് ദേശങ്ങളിൽ എത്തുമെന്ന് മുൻകൂട്ടി അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും? ശപിക്കപ്പെട്ട ഇബ്ലീസ് എന്ത് ചെയ്യും? ഒരു വയറുവേദന ഉണ്ടാക്കും, ശക്തമായ വയറുവേദന. ചെകുത്താൻ്റെ ആൾക്കാർ, ജിന്നുകൾക്ക് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള അധികാരമുണ്ടല്ലോ. ശക്തമായ വയറുവേദന ഉണ്ടാവുകയും അങ്ങനെ ഈ ഭൂയിൽ എന്ന ദേവൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നതോടുകൂടിയും ഉപദ്രവം, ശരീരത്തിലുള്ള ചെകുത്താൻ ഉപദ്രവം അവസാനിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇവരെന്താ വിചാരിക്കാം? ഈ ദേവനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് എൻ്റെ അസുഖം മാറി. അങ്ങനെയാണ് ഇവിടെ ഇതൊക്കെ വളരുന്നത്. ഇപ്പോൾ ദൈവത്തെ വിശ്വാസങ്ങൾ വളരുന്നത് അതുകൊണ്ടാണ്. കാരണം ആ ശപിക്കപ്പെട്ടവന് ഒരിക്കലും മനുഷ്യർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഇഷ്ടമല്ല. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുക, അതാണ് അവൻ്റെ ലക്ഷ്യം. ആ ശപിക്കപ്പെട്ട അവൻ ചെയ്ത വേലയാണ്. അങ്ങനെ ആ വ്യക്തി പിന്നെ അവിടെ പോയപ്പോൾ ഈ അസുഖം മാറുകയും അങ്ങനെ ആ വിഗ്രഹം വില കൊടുത്ത് വാങ്ങി കഅബയിൽ കൊണ്ട് സ്ഥാപിച്ചു. അങ്ങനെ പിന്നെ ഇവിടെ അതിന് മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ അസുഖം മാറാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങൾ, 360 വിഗ്രഹങ്ങൾ കഅബയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ആ ചെകുത്താനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവിടെ വളർന്നു വന്നു, അല്ലേ? ഏകദൈവത്തിൽ സ്ഥാപിതമായ ആ മന്ദിരത്തിന് ചുറ്റും ചെകുത്താനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും അതിൻ്റെ വിഗ്രഹങ്ങളും അവിടെ എത്തിപ്പെട്ടു. അപ്പം പിന്നെ എന്താവും? തിന്മ അവിടെ വരും, അല്ലേ? ഒരു പൂന്തോട്ടത്തിൽ ഒരു ചെറിയൊരു കള വന്നു, അല്ലെങ്കിൽ ഒരു നെൽവയലിൽ ഒരു ചെറിയൊരു കള വന്നു, ഒരു കാഞ്ഞിര മരമൊക്കെ വന്നു. പിന്നെ അതിൻ്റെ വിത്തുകളൊക്കെ മറ്റ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്യും? നെല്ലിന് അവിടെ വളരാൻ കഴിയില്ല, നല്ല സസ്യത്തിന് അവിടെ വളരാൻ കഴിയില്ല.
പിന്നെ അവിടെ ദുഷിച്ച സസ്യങ്ങളാണ്, കല്ലുമുള്ളുകളും മറ്റു സസ്യങ്ങളാണ് വളരുക. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഈ വിഗ്രഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ വിശ്വാസികൾക്ക് അവിടെ വരാൻ കഴിയാതെയായി. ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുന്നവരുടെ വിശ്വാസികൾ അവിടേക്ക് വരാൻ കഴിയാതാവുകയും പിന്നെ അവർക്ക് തോന്നിയ നിലയും വരും. മനസ്സിലായി. ഇപ്പോൾ നമ്മളിപ്പം മാർക്സിസ്റ്റുകാർ അധികാരത്തിൽ വന്ന സ്ഥിതി നമുക്കറിയാമല്ലോ. ആദ്യത്തെ 5 വർഷം വലിയ കുഴപ്പമില്ല, കാരണം കുറേയൊക്കെ ഈ അവർ ചെയ്യുന്നത് എതിരിടാൻ മറ്റു കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസിൻ്റെ ആൾക്കാരൊക്കെ എന്തൊക്കെ അവരിലേക്ക് ചേക്കേറി പണം ഒക്കെ മോഹിച്ചും കൈക്കലാക്കിയും അതുപോലെ കുറേ ഇടഞ്ഞു നിൽക്കുന്നവരെ കൊന്നിട്ടും 51 വെട്ടുവെട്ടി കൊന്നിട്ടും ഒക്കെ ഈ ശപിക്കപ്പെട്ട പിണറായി സർക്കാർ എന്ത് ചെയ്തു, അവരെ ആളാക്കിയെടുത്തു. രണ്ടാമത്തെ 5 വർഷം വളരെ മോശമായി. മനസ്സിലായി. ചുറ്റും അക്രമങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണല്ലേ. നാവ് കൊണ്ട് വരെ കൊല്ലുക. ദിവ്യ എന്ന വ്യക്തിയുടെ നാവ് കൊണ്ടൊരു വ്യക്തിയെ കൊന്നു. അങ്ങനെ ഫുള്ള് കൊലപാതകവും ഉഡായിപ്പുകളും പല പ്രശ്നങ്ങളും. സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഉത്തരവാദിത്വപരമായ പെരുമാറ്റങ്ങളും അതുപോലെ തന്നെ പല പാലങ്ങളും റോഡുകളും തകരുന്നതും അമ്മായിയപ്പനും മരുമോനും കൂടി ജനങ്ങളെ സ്വത്ത് അടിച്ചു മാറ്റലും അതുപോലെ തന്നെ ചൂരൽമലയിലത്തെ ദുരന്തത്തിൽ കൈയിട്ട് വാരലും 380 കോടി കിട്ടിയിട്ടുണ്ട്. അതൊന്നും അവിടെ ചിലവാക്കിയിട്ടില്ല. അതൊക്കെ ഒരു പുട്ടടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് മോദിനോട് ചോദിക്കുകയാണ്. മോദി പറഞ്ഞ പൈസ ഉണ്ടല്ലോ, ഒരു മാസമായിട്ട് ആ പണം അവിടെ ഡെഡ് മണി ആയിട്ട് കിടക്കുകയാണ് അക്കൗണ്ടിൽ ചിലവാക്കാതെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവർക്ക് പണം മറ്റാവശ്യത്തിന് നീക്കി വെക്കാൻ, എന്നിട്ട് കേന്ദ്രത്തിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് കുറച്ചൊക്കെ ചിലവാക്കിയിട്ട് അതും വിട്ടടിക്കാനാണ്. അതുകൊണ്ടാണ് ലാവ്ലിൻ കേസ് നീട്ടി വെക്കേണ്ടി വരുന്നത്. അത് തെറ്റായതുകൊണ്ടാണ്. അതിൻ്റെ ചൂണ്ടുവിരൽ പിണറായിക്ക് നേരെ നീളുന്നത് കൊണ്ടാണല്ലോ അതിങ്ങനെ നീട്ടി വെക്കുന്നത്. അല്ലെങ്കിൽ വേഗം കേസ് അവസാനിപ്പിക്കണമല്ലോ. അവസാനിപ്പിക്കാത്ത എന്താണ്, പിണറായി തെറ്റുകാരനാണെന്ന് പിണറായിക്ക് അറിയാം. അതിങ്ങനെ നീട്ടി വെക്കണം. ഇപ്പം ഇങ്ങനെ കുറേ കാലം കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവർ അവിടെ പിടിമുടക്കും. പിന്നെ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. ഇങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ മഹദി ഇമാം വരണമെന്ന് കാസിം ഉസ്താദ് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതെ, ഒരു വീഡിയോയിലല്ല, പല വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ ഈ കാബയിൽ അവിടെ വിഗ്രഹങ്ങൾ വന്നു. ആ വിഗ്രഹങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്നു. അങ്ങനെ പിന്നെ അവിടെ എന്തായി, പിന്നെ അവിടെ വളരെ സ്ഥിതി മോശമായി മാറും അല്ലേ. അപ്പോൾ ഒരാൾക്കൊരു പനി വന്നു, തുടക്കത്തിൽ പനി വന്നു, നമ്മൾ അവഗണിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സ്ഥിതി വളരെ മോശമാവും. പിന്നെ ആ വ്യക്തിക്ക് സംസാരിക്കാൻ കഴിയാണ്ടാവും. അങ്ങനെ പിന്നെ കൈയും കാലും കൂടിപ്പോവും, അനക്കാൻ കഴിയണവന് അവസാനം മരണപ്പെടും. ആദ്യം ചികിത്സിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ചെറിയൊരു തൊണ്ടവേദന എന്തെങ്കിലും ആയിരിക്കും, അത് ചൂടുവെള്ളം പിടിച്ച് അത് മാറ്റി പ്രശ്നം തീർന്നു. പക്ഷെ അത് നമ്മൾ മാറ്റാതെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ പഴുത്ത് പിടിച്ച് വലിയ പ്രശ്നമായി അങ്ങനെ ടൈപ്പ്. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ കാര്യം അങ്ങനെ തന്നെ. ഈ വിഗ്രഹാരാധന ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണ്. അള്ളാഹു ഏറ്റവും വെറുപ്പുളവാക്കുന്ന, ഒരിക്കലും പുറത്തു കൊടുക്കാത്തൊരിതാണ് വിഗ്രഹാരാധന അല്ലെങ്കിൽ ബഹുദൈവത്വം. അപ്പോൾ അങ്ങനെയുള്ളത് ഇവിടെ അധികരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പിന്നെ ഭൂമിയെ നശിപ്പിച്ച് കളയും. ഭൂമി നശിപ്പിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ പലവിധ പ്രത്യാഘാതങ്ങളും ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് നേരിടേണ്ടി വരും. പല കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ നേരിടേണ്ടി വരും ജീവജാലങ്ങളും മനുഷ്യർക്കും കാണും. അപ്പം അതുകൊണ്ട് തന്നെയാണ് സകല ജീവജാലങ്ങളും മനുഷ്യനും ഒക്കെ ഈ ബഹുദൈവത്വത്തിനെതിരെ തിരിയുന്നത്. പാടില്ല, ബഹുദൈവത്വം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഓരോ വ്യക്തിയും ശ്രമിക്കുന്നത്. അവൻ്റെ പ്രകൃതം തന്നെ ബഹുദൈവത്വം പാടില്ല എന്നുള്ളത്. നിഷ്കളങ്കമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലേ. ഒരു സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ ഭർത്താവ് ഒരേ സമയം പറ്റില്ലല്ലോ അല്ലേ. ഒരാളെ അനുസരിക്കാൻ പറ്റുള്ളൂ. അതുപോലത്തെ ട്രാഫിക് ഐലൻഡിൽ ഒരേ അധികാരമുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാറില്ല. ഒന്ന് മേലുദ്യോഗസ്ഥനും പിന്നെ കീഴുദ്യോഗസ്ഥനുമായിരിക്കും ഉണ്ടാവുക. ഒരേ അധികാരമുള്ള 2 ആൾക്കാർ വെച്ച് രണ്ടിൻ്റെയും താറുമാറാവും. ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മളെ ഗവർണറും പിണറായും തമ്മിൽ അങ്ങോട്ടും കൊമ്പ് കൊടുക്കുന്നത്. 2 കൂട്ടർക്കും അത്യാവശ്യം പവറുള്ള ആൾക്കാരാണ്. അതേസമയം ഗവർണറുടെ താഴെയാണ് പിണറായി എങ്കിൽ, അല്ലെങ്കിൽ പിണറായിയുടെ താഴെയാണ് ഗവർണറെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. പിണറായി പറയുന്നത് ഗവർണർ കേൾക്കണം, അല്ലെങ്കിൽ ഗവർണർ പറയുന്നത് പിണറായി കേൾക്കണം. രണ്ടും ഏകദേശം തത്തുല്യമായ അധികാരമാണ്. അപ്പോൾ അതാണ് ഒരേ അധികാരമുള്ള 2 വ്യക്തികൾ തമ്മിൽ എന്ന പ്രശ്നമാണ്. അപ്പം അതുപോലെ തന്നെ ഏകദൈവത്തെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രകൃതമാണ് മനുഷ്യൻ. അതാണ് സത്യവും നീതിയും യുക്തിപൂർണവും. അതാണ് പറഞ്ഞു വന്നത്. ബഹുദൈവത്വമുള്ള ഒരിക്കലും അംഗീകരിക്കില്ല.
അങ്ങനെയുള്ള ആ സമയത്താണ് ഈ കഅബയിൽ ഒരുപാട് വിഗ്രഹങ്ങൾ വന്ന് പിന്നെ അവർക്ക് വെച്ച നിലയായി. പിന്നെ അവർ തിന്മ കഴിച്ച് പതുക്കെ പതുക്കെയാണ് സ്വഭാവം പുറത്തെടുക്കുക. മമ്മൂട്ടിയുടെ പരുന്ത് എന്ന സിനിമ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ ഈ ജഗതി വലിയ തറവാടിയൊക്കെ ആയ വ്യക്തിയായിരുന്നു. അങ്ങനെ ആ തറവാടികൾക്ക് പിന്നെ അന്തസ്സായിട്ട് ജീവിക്കണമല്ലോ അവർക്ക്. വലിയ പിന്നെ കാര്യങ്ങൾ വലിയ സ്ഥാപനങ്ങൾ ധാരാളം പണവുമൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ അതൊക്കെ ഒരു ദിവസം കുപ്രചാരണം മൂലം നഷ്ടപ്പെട്ടു പോയി. മറ്റുള്ളവരുടെ കുപ്രചാരണം മൂലം നഷ്ടപ്പെട്ടു പോയി. എന്നിരുന്നാലും അവർക്ക് അതുപോലെ ജീവിക്കേണ്ടി വരില്ല. അപ്പം ചില ഈ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് പണം പലിശക്ക് വാങ്ങുകയും പിന്നെ അത് കൊടുക്കാൻ കഴിയാണ്ട് ആവുകയും അങ്ങനെ അവിടെ വേറൊരു വില്ലൻ വന്നിട്ട് ആ കടമൊക്കെ വീട്ടിൽ കൊടുക്കുകയും എന്നിട്ട് അവസാനം കൊല്ലുകയും ജഗതിയെ കൊല്ലുകയാണ്. അപ്പോൾ കൊല്ലുന്ന വരെ ഈ മറ്റേ വില്ലൻ വളരെ നല്ല പെരുമാറ്റമാണ് കാഴ്ചവെച്ചത്. ആ ജഗതിക്ക് 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അത് നല്ല പെരുമാറ്റം കാഴ്ചവെച്ചു. കൊന്ന ശേഷം ജഗതി മരണപ്പെട്ട ശേഷം ഒരിക്കലും വീട്ടിൽ വരും. എന്നിട്ട് നല്ല സ്നേഹത്തിലൊക്കെ പെരുമാറും ഒക്കെ ചെയ്യും. പിന്നെ 2ാമത്തെ ദിവസം വന്ന് അതിന് സ്വഭാവം പുറത്തെടുത്തു. കാരണം ഈ ഇത്രയും പണം കൊടുത്ത് അപ്പോൾ വീട് വരെ കയ്യിലാണ്. അപ്പോൾ ഇവർക്ക് എന്തും ചെയ്യാം. മനസ്സിലായി? വീടും സ്വത്തൊക്കെ ഈ പലിശയ്ക്ക് കൊടുത്ത വ്യക്തികളുടെ കയ്യിലേക്ക് വന്നു. അപ്പോൾ ഇവർക്ക് എന്തും ചെയ്യാം. തനി സ്വഭാവം പുറത്തെടുക്കും. അതുപോലെ തന്നെ ഈ കഅബയിൽ 360 കൂടുതൽ, ചില നിവേദനത്തിൽ പറയുന്ന 1000-ലധികം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വിഗ്രഹങ്ങൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് വെച്ച നിലയായി. പാട്ടും കൂത്തും ചൂളം വിളിയും നഗ്നത പ്രദർശനമൊക്കെ ആയിരുന്നു. നഗ്നരായിട്ട് പ്രദർശനം ചെയ്യാം. ചെകുത്താൻ്റെ സ്വഭാവം പുറത്തെടുക്കും. മനസ്സിലെ നമ്മൾ ചെകുത്താൻ്റെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പതുക്കെ വളർന്ന് വന്നെയും തനി സ്വഭാവം ചെകുത്താൻ തനി സ്വരൂപം പുറത്തെടുക്കും. അല്ലേ? ഒരു കാഞ്ഞിര വൃക്ഷം നമ്മൾ ചെറിയൊരു വൃക്ഷം നട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് വളർന്ന് വലുതായി കഴിഞ്ഞാൽ കാഞ്ഞിരക്കൂരി പുറത്തേക്ക് വരാൻ തുടങ്ങും. അല്ലേ? അല്ലെങ്കിൽ പീനാറി എന്നൊരു ഇതുണ്ട്. വളരെ ദുഷിച്ചൊരു സ്മെല്ലാണിത്. കെട്ട പാലിൻ്റെ ഒരു സ്മെല്ലാണ്. അത് ചെറിയൊരു തൈ നമ്മൾ എവിടെയും കുഴിച്ചിട്ടാൽ നമുക്ക് പ്രയാസമൊന്നുമില്ല. അതിങ്ങനെ വളർന്ന് വന്ന് അവസാനം അതിൽ നിന്ന് ഈ ദുഷിച്ച സ്മെല്ല് വരുമ്പോൾ അയ്യടാ ഇതാണ് നമ്മൾ കുഴിച്ചിട്ടതെന്ന് വിചാരിക്കും. അപ്പം അത് പരിപൂർണ്ണ വളർച്ചയെത്തുമ്പോൾ തനി സ്വഭാവം പുറത്തെടുക്കും. അതുപോലെ തന്നെ അവിടെ ചെറിയൊരു സാത്താനിസ് അവിടെ വന്നു. അങ്ങനെ വളർന്ന് പിന്നെയും പല വിഗ്രഹങ്ങൾ വന്നു. പിന്നെ അതിനെ ആരാധിക്കുന്നവരായി. അവർ ഈ ഭൗതിക നേട്ടം ആഗ്രഹിക്കുന്നവരാണ് ഈ അധികം വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് പോവുക. അല്ലാത്തവൻ എന്ത് ചെയ്യും? അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കും. അത് മാറിയിട്ടില്ലെങ്കിൽ എന്താവും? അത് നമ്മുടെ പരീക്ഷണമാണ്. അതിൽ നന്മയുണ്ടാവും എന്ന് വിചാരിക്കും. അങ്ങനെയാണ് വിശ്വാസം ചെയ്യേണ്ടത്. ഇവളവനൊക്കെ പല കാര്യങ്ങളും അള്ളാഹുവിനെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ഒന്നും മറുപടി കിട്ടാറില്ല. പിന്നീട് കുറച്ചായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. അല്ലേ? അതിൽ തെളിവുണ്ടല്ലോ നമുക്ക് ഖുർആനിൽ. അല്ലയോ നാളെ എന്നോട് ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തവനായിട്ടില്ല. എൻ്റെ അസ്ഥികൾ വരെ ദുർബലമായി പോയി, എൻ്റെ കണ്ണുകൾ നരച്ചു, എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ നിരാശനായിട്ടില്ല എന്നുള്ള വാക്കുകളൊക്കെ ഒരുപാട് ഖുർആനിലുണ്ട്. അതുപോലെ തന്നെ അയ്യൂബ് നബിയുടെ പ്രാർത്ഥന, അല്ലേ? അദ്ദേഹത്തിന് ശരീരമാകലം വ്രണം വന്നിട്ടും അദ്ദേഹം പ്രാർത്ഥന ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്തിന് 1-2 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നിരാശരാവണം? നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് വേണ്ടത്. അല്ലാണ്ടത് വേഗം ഈ വിഗ്രഹങ്ങളെടുത്ത് പോവുക. എന്നിട്ട് അധികം ഒരു പോകുന്ന പണത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഷിർക്കൻ കേന്ദ്രങ്ങളിലൊക്കെ പോകുന്ന അധികം പണത്തെ സ്നേഹിക്കുന്നവരാണ്. ഇപ്പോൾ മുസ്ലിങ്ങളിലും ഒരുപാട് ഷിർക്കൻ കേന്ദ്രങ്ങളുണ്ട്. ബദ്രീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും മമ്പർത്തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പോകുന്നതൊക്കെ ഉണ്ട്. എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് അസുഖം വന്നിട്ട് അവർ ഉള്ളാൾ തങ്ങളെടുത്ത് പോയി പ്രാർത്ഥിച്ചു ഒക്കെ ചെയ്തു. അപ്പം എന്താണ്? ഇവർക്ക് ആ അസുഖം വലിയൊരു ഇഷ്യൂ ആയി മാറി. പക്ഷേ സത്യവിശ്വാസിക്ക് അസുഖങ്ങൾ എന്താ? പരീക്ഷണമാണ്. അത് നന്മയായിട്ട് മാറും. ഏതൊരു അസുഖങ്ങളും നന്മയായിട്ട് മാറും. കാരണം അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. പിന്നെ അവനത് അസുഖം മാറാൻ വേണ്ടി ഷിർക്കൻ കേന്ദ്രങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല. അവൻ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കും. അള്ളാഹു അവനാണ് ഏറ്റവും വലിയവൻ. അതിനേക്കാൾ വലിയവൻ മറ്റൊന്നില്ല. അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് മാറിയാൽ മതി എന്നൊരു ഇതാണ് നമുക്ക് വേണ്ടത്. എൻ്റെ ഉമ്മയൊക്കെ അങ്ങനെ. എൻ്റെ ഉമ്മ കുറേയൊക്കെ തൗഹീദിൻ്റെ ഒരു വക്താവാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ അനുഗ്രഹിച്ചാൽ
എനിക്ക് ഈ ഉള്ളവന് ശിർക്കൻ കേന്ദ്രങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, വേണ്ടിയില്ല. ഉണ്ടേ പറയും പഠിച്ചോണ്ട് പ്രാർത്ഥിക്കാം, പഠിച്ചോനല്ല വലിയവന്. കാരണം എൻ്റെ വലിയാപ്പൊക്കെ മുജാഹിദിൻ്റെ ആൾക്കാരായിരുന്നു, മുജാഹിദ് പ്രസ്ഥാനക്കാരാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നന്മയൊക്കെ ഒരുപാടുണ്ട്. കാസിം ഉസ്താദ് പറയുന്ന മുജാഹിദ് തിന്മയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറയും. ഇബ്നു അബ്ദുൽ വഹാബിൻ്റെത് ഏറ്റവും വലിയ നാശകാരികൾ ചതിയന്മാരാണെന്നൊക്കെ പറയും. പക്ഷെ നന്മ ഒരുപാടുണ്ട്. അപ്പോൾ ഭയങ്കര തൗഹീദിൻ്റെ ആൾക്കാരാണ് ഈ മുജാഹിദിൻ്റെ ആൾക്കാർ. അപ്പം അതിൽ നന്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളവന് അങ്ങനെ ശിർക്കൻ കേന്ദ്രങ്ങളിലേക്കൊന്നും പോകേണ്ടി വന്നിട്ടുമില്ല. അതേസമയം ഇപ്പോൾ പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ അവിടെ ഇപ്പം പുച്ഛിക്കാറില്ല ശിർക്കൻ കേന്ദ്രങ്ങളെയും അവിടുത്തെ ആൾക്കാരെയും. ആദ്യം പണ്ടൊക്കെ ഞാൻ പുച്ഛിച്ച് തള്ളാറുണ്ടായിരുന്നു, ബദരീങ്ങളെ കുറ്റം പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് മനസ്സിൽ ചെയ്യാൻ പാടില്ല, കാരണം ഒരു വലിയ മഹാന്മാരാണ്. നമ്മൾ അവരടുത്ത് സഹായം തേടാൻ പോകാൻ പാടില്ല, മറിച്ച് അവർ നിന്ദിക്കാൻ പാടില്ല. മനസ്സിലായി? നമുക്കറിയാമല്ല, ബദർ യുദ്ധത്തിൽ അവർ പൊരുതി മുന്നോട്ട് പോയതുകൊണ്ടാണ് നമുക്ക് ഇസ്ലാം ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞതില്ലേ. അള്ളാഹുവിൻ്റെ ഉദ്ദേശം തന്നെയാണ്. എന്നാലും അവരെ നമ്മൾ ഒരിക്കലും അവമതിക്കാൻ പാടില്ല, മറിച്ച് നമ്മൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. അതുപോലെ മുജാഹിദുകൾ ചെയ്യുന്നതുമായി അവരെ പരിഹസിക്കാനും പാടില്ല. അതുപോലെ മമ്പറത്ത് തങ്ങളെയും അബ്ദുൽ ഖാദർ ജീലാനിയും പരിഹസിക്കാൻ പാടില്ല. അബ്ദുൽ ഖാദർ ജീലാനിയൊക്കെ തൗഹീദിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരെ ഒന്നും പരിഹസിക്കരുത്. അതുപോലെ കോഴിക്കോട് കടപ്പുറത്ത് ഒരു ചെറിയ ജാറമുണ്ട്. ആ വ്യക്തിയും ബ്രിട്ടീഷുകാരുടെ പടപൊരുതിയ വ്യക്തിയാണ്. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കൊന്ന് പീസാക്കി കടലിലേക്ക് എറിഞ്ഞ് പിന്നെയും ആ ശരീരം കടൽ തീരത്തേക്ക് വരും, പിന്നെയും അവർ കടലിലേക്ക്. അങ്ങനെ അവർക്ക് വലിയ ഒരു ഇടങ്ങാറായി മാറി. അങ്ങനെ അവരെന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് മറവ് ചെയ്തു. അങ്ങനെ ഒരു ജാറം അവിടെ കോഴിക്കോട് കടപ്പുറത്തുണ്ട്. തൊട്ടടുത്തുള്ള പള്ളി നമസ്കരിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ അവരാരും നിന്ദിക്കാൻ പാടില്ല. അവരൊക്കെ തൗഹീദിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ്. പിന്നെ കാലശേഷം അവന് ശിർക്കിലേക്ക് പോയതാണ്. അത് കാരണം എന്താണ്? ഭൗതികപ്രേമം. മനുഷ്യർക്ക് വേഗം പണം വേണം, തനിക്ക് പണം വേണം, തനിക്ക് മക്കൾ വേഗം ജനിക്കണം, മക്കളില്ലാത്ത മക്കൾ വേണം, അല്ലെങ്കിൽ അവർക്ക് ഗൾഫിൽ ജോലി കിട്ടണം, അല്ലെങ്കിൽ ഇവിടെ ജോലി കിട്ടണം, സർക്കാർ ജോലി കിട്ടണം. ഇങ്ങനെ ആവശ്യങ്ങൾ പെരുകുമ്പോൾ ദൈവം തമ്പുരാൻ ഒരിക്കലും മനുഷ്യനെ പണക്കാരനാക്കാൻ ഇഷ്ടപ്പെടില്ല. അള്ളാഹു ഒരിക്കലും മനുഷ്യർക്ക് പണം നൽകാൻ ഇഷ്ടപ്പെടില്ല. കാരണം പണം മനുഷ്യരെ നശിപ്പിക്കുന്ന അള്ളാഹുവിനറിയാം. ആ പണം നൽകുന്നതിന് അല്പം അള്ളാഹു എന്ത് ചെയ്യും, പിറകോട്ട് നിൽക്കും. അപ്പം ജനങ്ങൾ വേഗം എന്ത് ചെയ്യും, ശിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോകും. അതാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ശെകുത്താൻ്റെ മെയിൻ ആയുധം എന്താണ്? പണമാണ്. അവന് പണം എല്ലാവർക്കും വാരിക്കോരി കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ വേഗം ഈ ശിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോകും. അതുമാണ് ഇല്ലുമിനാറ്റികളെ ആരാധിക്കുന്ന കൂട്ടരുണ്ടായത്. കാരണം ചെകുത്താൻ്റെ പണം, ഒരുപാട് ഖജനാവുകൾ ചെകുത്താൻ്റെ കയ്യിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. കാരണം പിന്നെ അവനൊക്കെ വളഞ്ഞ വഴിക്കൊക്കെ കാര്യങ്ങൾ നേടാം. നന്മയില്ലല്ലോ അവർക്ക്. നന്മ, മാന്യത, ലജ്ജ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തും ചെയ്യാം, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ വാതായനങ്ങളും തുറന്നിട്ടിരിക്കുകയാണ് ഈ ശപിക്കപ്പെട്ട ഇബ്ലീസിന്. അപ്പോൾ അവനോട് വിളിച്ച് പ്രാർത്ഥിക്കും, അവന് എളുപ്പം എന്ത് ചെയ്യും, അതിനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് ആൾക്കാർ വേഗം പണക്കാരനാവും. അപ്പോൾ ഉടനടി ആൾക്കാർ അതിലേക്ക് പോകും. ഇപ്പോൾ ധനവശീകരണ യന്ത്രം, അങ്ങനെ ധനസമാഹരണ യന്ത്രം എന്നൊക്കെ പറഞ്ഞ പല പരസ്യങ്ങളും പിന്നെ പത്രങ്ങളിൽ കാണാം. പരസ്യങ്ങൾ അത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുടെ കയ്യിലൊക്കെ ഉണ്ട് ആ സാധനങ്ങൾ. അതൊക്കെ ഒരു ഇച്ചിരി മന്ത്ര ഉച്ചാരണങ്ങളൊക്കെയാണ്. ഞാൻ പണിയെടുത്തൊരു സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു, ടൈലറിങ് സ്ഥാപനത്തിൽ. ആളെടുത്ത് ഇതുപോലെ ഇങ്ങനെ ഈ ആൾക്കാർ വരും, ജ്യോത്സ്യന്മാർ വന്നിട്ട് പല മന്ത്രങ്ങളൊക്കെ ചൊല്ലും. എന്നിട്ട് പല പൂട്ടൊക്കെ, ഈ കടയുടെ പൂട്ട് ഊരിട്ട് അത് പൂജിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം. അപ്പോൾ അയാൾക്ക് വേണ്ട പണമാണ്, പണക്കാരനായി ജീവിക്കണം. അപ്പോൾ പണത്തിൻ്റെ ഭാഗത്ത് അള്ളാഹു ഉണ്ടാവില്ല, മനസ്സിലല്ലേ? പിന്നെ പ്രവാചകന്റെ കാലത്ത് 2 പേര് തമ്മിൽ പിന്നെ വഴക്കിടുകയായിരുന്നു. ഒരു വ്യക്തി എന്ത് ചെയ്തു, നല്ലവണ്ണം മറ്റവനെ തെറി പറയുക, മറ്റേ വ്യക്തി ഇങ്ങനെ ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുകയാണ്, മറുപടി ഒന്നും പറയുന്നില്ല. പ്രവാചകൻ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ മറ്റേ വ്യക്തി മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രവാചകനാണ് മടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പം ചോദിച്ചു, എന്താ പ്രവാചകൻ അങ്ങനെ മടങ്ങിപ്പോയത്? പറഞ്ഞ്,
നീ ക്ഷമിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു മാലാഖ ഉണ്ടായിരുന്നു. നീ കോപിഷ്ഠനായപ്പോൾ മാലാഖ അവിടെ നിന്ന് പോയി. മാലാഖ പോയപ്പോൾ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യവും എനിക്കില്ല. ഞാൻ മാലാഖയെ കാണാൻ വേണ്ടിയാണ് നിന്നത്. അപ്പോൾ ഞാനും മടങ്ങിപ്പോകുന്നു. അതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നന്മയുടെ ഭാഗത്ത് അള്ളാഹു ഉണ്ടാവുമല്ലോ. അപ്പോൾ ജനങ്ങൾ പണത്തെ മാത്രം ആരാധിച്ച് പണം കിട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പിന്നെ അള്ളാഹു അവൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല. പിന്നെ അവൻ എന്ത് ചെയ്യും? ചെറുത്താൻ്റെ എടുത്ത് പോകും, ചെറുത്താനോട് പണം ആവശ്യപ്പെടും, സാത്താൻ ആരാധിക കേന്ദ്രങ്ങളിലേക്ക് പോകും. അങ്ങനെ അവന് പണം കിട്ടും. പിന്നെ അതിൻ്റെ ആളായി മാറും. പിന്നെ അവന് വിശ്വാസം നഷ്ടപ്പെടും. അല്ലേ? പ്രവാചകന്റെ കാലത്ത് ഒരാൾ വന്നിട്ട് എന്നെ പണക്കാരനാക്കണം എന്ന് പ്രവാചകൻ വിലക്കിയല്ലോ. പിന്നെ പലതവണ വിലക്കി കിട്ടുമ്പോൾ അവന് വേണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അവന് വേണ്ടി എന്ത് ചെയ്യും? കുറച്ച് ആടുകളെ നൽകി. പിന്നെ പെരുകി വലിയ ധനവാൻ ഒരുപാട് ആടുകളും ഒട്ടകങ്ങളും ഒക്കെ വന്നു. പിന്നെ അവന് നിസ്കാരം കഴിഞ്ഞ് വേഗം ഉടനടി പ്രാർത്ഥിക്കാതെ എഴുന്നേറ്റ് പോകുന്നവൻ വ്യക്തി. പിന്നെ ആ വ്യക്തി നിസ്കരിക്കാൻ തന്നെ വരാതെയായി. സക്കാത്ത് കൊടുക്കാതെ, അങ്ങനെ സക്കാത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ പ്രവാചകൻ അദ്ദേഹത്തെ യുദ്ധം ചെയ്യേണ്ടി വന്നു. അപ്പം എന്തായി? അവന് മുശ്രിക്കായി, കാഫിറായി മാറി മസേല. അതേ ആദ്യം ചോദിച്ച അല്പം ഒരു സാമ്പത്തിക അഭിവൃദ്ധി അല്ലെങ്കിൽ രണ്ട് ആടിനെ കിട്ടാൻ വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത്. പിന്നെ അവനെന്ത് കാഫിറായിട്ട് മാറി മസേല. സത്യനിഷേധി പ്രവാചകനോട് യുദ്ധം ചെയ്തു. അവനെ സത്യനിഷേധിയാണല്ലോ. അങ്ങനെ ആയിട്ട് മാറി നരകത്തിൽ പ്രവേശിക്കേണ്ടി വന്നു. ഇതാണ് അവസ്ഥ. അപ്പം അള്ളാഹു ഒരിക്കലും പണം നൽകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അള്ളാഹു നൽകും, അത്യാവശ്യക്കാർക്ക് നൽകും. അല്ലാണ്ട് തിന്മയിലേക്ക് പോകുന്ന ഓരോരുത്തരുടെ സ്വഭാവം അള്ളാഹുവിന് അറിയില്ല. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു പണം നൽകില്ല. അതിന് പണം കിട്ടുന്നതിൽ മുടക്ക് വരുമ്പോൾ അള്ളാഹു ജനങ്ങൾ എന്ത് ചെയ്യും? ഈ തിന്മയുടെ കേന്ദ്രങ്ങളിലേക്ക് പോകും. അങ്ങനെ അവിടെ പിന്നെ എന്താ ചൂളം വിളിയും കൈകൊട്ടലും നഗ്നത പ്രദർശനവും പല തിന്മയും അരങ്ങേറും. അങ്ങനെയാവും. അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ സത്യനിഷേധം കൈക്കൊണ്ടിരുന്നത് കൊണ്ട് നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. അള്ളാഹുവെ, പണത്തെ ഒരിക്കലും സ്നേഹിക്കാത്തവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്താൻ തമ്പുരാൻ. നിന്റെ വജ്ഹ് മാത്രം ലാക്കാക്കി മുന്നേറുവാൻ നീ നമുക്ക് തൗഫീഖ് നൽകണം തമ്പുരാന്. നിന്റെ തൃപ്തി മാത്രം നമുക്ക് മതി. നമുക്ക് പണം വേണ്ട, നമുക്ക് ജീവിക്കാൻ വേണ്ട, പണം മാത്രം മതി. റാഹത്തായിട്ട് ഭൂമിയിൽ ജീവിക്കാനും സമാധാനത്തോട് ഭൂമിയിൽ ജീവിക്കാനും അതുപോലെ തന്നെ സമാധാനത്തോടുകൂടി മരണപ്പെടുവാനും നീ നമുക്ക് തൗഫീഖ് നൽകണമെന്ന് തമ്പുരാനെ. നമുക്കുള്ള പണവും പതിയും ഒക്കെ അങ്ങ് പരലോകത്ത് മതി അള്ളാഹുവെ. ഈ ലോകത്ത് നമുക്ക് സമാധാനത്തോട് ജീവിക്കാൻ, സംതൃപ്തിയോടുകൂടി നിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കുന്ന ഭാഗ്യന്മാരെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം തമ്പുരാനെ. ആമീൻ.